ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റേറിയൻ മട്ടൺ കറിയാണ്. വെജിറ്റേറിയൻ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ മുകളിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ. വെജിറ്റേറിയൻ മട്ടൺ ഫ്രോസൺ പാക്കറ്റിലാണ് ഇവിടെ വാങ്ങാനായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് സോയ, മഷ്റൂം, വെജിറ്റബിൾ ഓയിൽ, വെജിറ്റബിൾ സീസണിങ് എന്നിവയാണ്. ഇനി നമുക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മട്ടൺ മസാല പൗഡർ നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. മല്ലി 2 ടേബിൾ സ്പൂൺ, 2 കഷ്ണം പട്ട, കുരുമുളക് 1 ടീസ്പൂണ്, 3 ഗ്രാമ്പ്, ജാതിക്ക 1/2 ടീസ്പൂണ്, ഏലക്ക 1 ഏലക്ക, ബേ ലീഫ് 2 എണ്ണം, ജീരകം 1 ടീസ്പൂണ്, പെരുംജീരകം 1 ടീസ്പൂൺ. ഇത് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. എല്ലാം സെപ്പറേറ്റ് ആണ് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിതൊരു മിക്സി ജാറിൽ ചേർത്ത് നമുക്ക് പൗഡർ ആക്കണം. അതിനായിട്ട് ഞാൻ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ മിക്സി ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മല്ലി ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്യാം. മല്ലി നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. മല്ലി നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. മല്ലി ഞാൻ മിക്സി ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പട്ട, കുരുമുളക്, ബേ ലീഫ്, ഏലക്ക, ഗ്രാമ്പ്, ജീരകം, പെരുംജീരകം ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ജാതിക്കയുടെ പൊടി, നട്ട്മെഗ് പൗഡർ കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് എല്ലാം കൂടി മിക്സി ജാറിലോട്ട് ചേർത്ത് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് വെജിറ്റേറിയൻ മട്ടൺ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 2 ടീസ്പൂണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാം. ഇനി ഇതൊരു 20 മിനിറ്റ്സ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റേറിയൻ മട്ടൻ്റെ പീസസ് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനായിട്ട് ഞാൻ വെജിറ്റേറിയൻ മട്ടൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം.
നന്നായിട്ട് വെജിറ്റേറിയൻ മട്ടൻ്റെ പീസസ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടി ഞാൻ ചേർത്ത് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഞാൻ 2 മീഡിയം സൈസ്ഡ് സവോള നല്ല നീളത്തിൽ ചോപ്പ് ചെയ്തത് നീളത്തിൽ അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മുടെ ഉള്ളി നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ മട്ടൺ മസാലയുടെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഒരു 3 ടീസ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റേറിയൻ മട്ടൻ്റെ പീസസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഞാൻ ഇതിലോട്ട് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതൊരു ക്ലോസ് ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് 3/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ വെജിറ്റേറിയൻ മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാ പേരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാ പേരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കുക. ഇത് കണ്ടോ, വെജിറ്റേറിയൻ മട്ടൻ്റെ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഗീ റൈസ് ഇതിൻ്റെ കൂടെയൊക്കെ പറ്റിയ നല്ല അടിപൊളി സൈഡ് ഡിഷാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.
താങ്ക്സ് ഫോർ വാച്ചിങ്.